ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ പ്രവാസി ഗ്രാം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് സൗദി അറേബ്യയിലെ തായിഫ് എന്നൊരു മലയോര പ്രദേശത്താണുള്ളത്. അപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നൊരു 1800 അടിയോളം ഉയരമുള്ള ഒരു പ്രദേശമാണ്. വീക്കിലി ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്രദേശമാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അവിടുത്തെ കുറച്ച് വീഡിയോകൾ കാണാനുണ്ട്. നമ്മൾ ചുരത്തിലാണുള്ളത്. അവിടുത്തെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങളും വീഡിയോകളും നിങ്ങളെ കാണിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടുവരാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് തായിഫിലെ ഒരു ടൗണിൽ തന്നെയുള്ള ഒരു ഗല്ലിക്കുള്ളിലാണ് കേട്ടോ. എനിക്കൊരു പാസഞ്ചറിനെ ഞാൻ ഇറക്കാൻ വന്നതാണ് ജിദ്ദയിൽ നിന്ന്. അവരെ ഇറക്കിയിട്ട് ഞാനിപ്പോൾ ഇനി തിരിച്ച് ജിദ്ദയ്ക്ക് പോകുന്നതാണ്. അങ്ങനെ നമ്മളിപ്പം ഗല്ലിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് വേണം ഇനി ഹദാ റൂട്ട് വഴി ജിദ്ദയിലേക്ക് പോകാൻ. അപ്പോൾ വളരെ മനോഹരമായ നല്ല നല്ല കാഴ്ചകളാണ് തായിഫിൽ നമുക്ക് ലഭിക്കുക. കാരണം വലിയ സിറ്റിയിൽ നിന്നും നമ്മൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും. നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങളെല്ലാം പിഴുതു മാറ്റുമ്പോൾ ഇവിടങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് പോവാണ് കേട്ടോ. അതാണ് ഇതിന് നെഫക്ക് എന്നാണ് ഇവിടെ പറയുക. അറബി വേർഡ് നെഫക്ക് എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായി ലൈറ്റുകളൊക്കെ കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹദയിലേക്കുള്ളൊരു റൂട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഹദ ചുരമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വളരെ മനോഹരമായ കാഴ്ചകൾ താഴത്തേക്ക് ചുരം ഇറങ്ങുമ്പോഴാണ് നമുക്ക് കാണാനുള്ളത്. എല്ലാം അതിനോട് അടുത്ത പ്രദേശങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നോക്കി, ഈ റൈറ്റ് സൈഡിൽ മൊത്തം 100 മീറ്റർ ഗ്യാപ്പിൽ പാർക്കുകൾ നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഹൈ റേഞ്ച് പ്രദേശവും അതുപോലെ തന്നെ തണുപ്പുള്ളൊരു ഏരിയയൊക്കെ ആയതുകൊണ്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാനായിട്ട് സൗദികളടക്കം ഫാമിലിയായിട്ട് വരുന്നൊരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ ഇതെല്ലാം. ഇത് ഈ പറഞ്ഞ ഹദാ ചുരത്തിന് തൊട്ടടുത്തുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നതാണ്. ഇതിലെ വളരെ മനോഹരമായ മലനിരകൾ കാണാൻ സാധിക്കും. ഈ ഭാഗങ്ങളിൽ താമസക്കാരൊന്നും അങ്ങനെ ഉണ്ടാവില്ല. താമസക്കാർ കുറവാണ്. അത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം. വളരെ ചുരുക്കം 1-2 വീടുകളൊക്കെ ഉള്ളതല്ലാതെ ഒരുപാട് കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശമല്ല. അങ്ങനെ നമ്മൾ ഹദാ ചുരത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഹദയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമുള്ളൊരു നമുക്കുള്ളൊരു അഡ്വഞ്ചറാണ് കേട്ടോ ഈ കുതിരസവാരി. ഇവിടെ പാകിസ്ഥാൻ ഭായിമാരാണ് ഇത് നടത്തുന്നത്. അങ്ങനെ നമുക്കും അതിൽ കയറി ഇങ്ങനെ 2 സവാരിയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യമായിട്ടാണ്. ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അതെന്തായാലും അവസാനിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു കുതിരസവാരി നടത്താനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ ഹദയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഇറങ്ങുകയാണ്. സാധാരണ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ചുരം കയറുന്നതായിരിക്കും. ഇത് നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ്. ചുരം ഇറങ്ങുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ മലനിരകളിലാണ് ഏറ്റവും നമുക്ക് കാണാൻ രസമുള്ള ഒരു കാഴ്ച ഈ ചുരത്തിൽ കൂടിയിട്ട്. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ചുരത്തിനുള്ളിൽ തന്നെ ഒരു
അഡ്വഞ്ചർ മെയിനായിട്ടുള്ളൊരു അഡ്വഞ്ചറുണ്ട്. അത് കാർ കേബിൾ അഡ്വഞ്ചറാണ്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. മുകളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കാർ കേബിൾ എന്നുള്ളൊരു അഡ്വഞ്ചറാണ് ഈ സാധനം. അത് ഏറ്റവും ടോപ്പിൽ നിന്നും താഴേക്കാണ് കേട്ടോ ഇതിൻ്റെ വ്യൂ വരുന്നത്. ആൾക്കാർ ഇതിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ്. പിന്നെ അതിൻ്റെ ആസ്വാദനം, ഈ വാട്ടർഫാൾസും അങ്ങനെയുള്ള ഒരുപാട് ആസ്വാദനം ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം തന്നെ കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ വണ്ടി കിടക്കുന്നത്. നമ്മളെപ്പോഴും ഹൈ റേഞ്ചിൽ കയറുമ്പോൾ വണ്ടി കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കയറുക. കാരണം നമ്മളെപ്പോഴും ഈ വഴികളിൽ വരുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുക. ടെമ്പറേച്ചർ കൂടിയിട്ടാകാം, മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റുകളാകാം. പക്ഷേ ആ വണ്ടി അപ്പം തന്നെ ഇവിടുന്ന് ചുരത്തിൽ നിന്നും കൊണ്ടുപോകാനുള്ള ശത്ത വണ്ടി ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ടാവും. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സർവീസുകൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ വണ്ടിയായിട്ട് ഹൈ റേഞ്ചിലേക്ക് കയറാൻ ശ്രമിക്കുക. പിന്നെ ഈ യാത്രയിൽ നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ച നൽകുന്നതാണ് കേട്ടോ ഇത്. ഈ വളഞ്ഞ് കിടക്കുന്ന ഈ മലനിരകളുടെ ഇടയിലൂടെയുള്ള ഈ വഴികളിലൂടെയുള്ള യാത്രയും ഈ കാഴ്ചയൊക്കെ വളരെയധികം നമുക്ക് ഈ സന്തോഷം നൽകുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ വഴികൾ ഇങ്ങനെ കയറി ഈ കയറ്റം തന്നെ നമ്മൾ മുകളിൽ വരെ കയറുകയും വേണം, അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങുകയും വേണം. വളരെ അഡ്വഞ്ചറായൊരു യാത്ര തന്നെയാണ് നമുക്കിത്. അങ്ങനെ നമ്മൾ ആ ചുരത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ താഴത്തെത്തി കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റൊക്കെ ആകെ മാറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ആകെ ഒരു മഴയുടെ ലക്ഷണമാണോ പൊടിക്കാറ്റാണ്, മൊത്തത്തിലൊരു പൊടിക്കാറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.